ഹലോ മക്കളെ, ഈ ഒരു വീഡിയോ കുറച്ചൊരു സ്വയം പുകഴ്ത്തുന്ന വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു സെൻസിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് സാർ സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, +2 ഫിസിക്സ് പരീക്ഷ നിങ്ങളുടെ സീനിയേഴ്സിന് അവർക്ക് അവരെ ബുദ്ധിമുട്ടിച്ചൊരു പരീക്ഷയായിരുന്നു. എങ്കിൽ പോലും വെറും 2 ദിവസത്തെ വലിയ 10 മണിക്കൂർ ലൈവ് ഒന്നുമല്ല, 2 ലൈവ്. ആ 2 ലൈവ് കണ്ടവർക്ക്, എക്സാമിനർ 2 ലൈവ് കണ്ടവർക്ക് 46 ഔട്ട് ഓഫ് 60 മാർക്സ്. ആ 2 ലൈവിൽ നിന്ന് മാത്രം ഇത്രയും ടഫ് എക്സാമിന് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. സാർ ഇതിലെന്താ അത്ര പുകഴ്ത്താനുള്ളത്, ബാക്കി മാർക്ക് എവിടെ പോയി എന്ന് വേണമെങ്കിൽ ചോദിക്കാം. മക്കളെ, വെറും 2 ദിവസത്തെ ടഫ് എക്സാമിൽ വന്ന മാർക്കാണ് ഈ പറയുന്നത്. എക്സാമിനറുടെ കൂടെ +2 ഏറെ ബാച്ചിൽ ആദ്യം മുതൽ പഠിച്ച എല്ലാ കുട്ടികൾക്കും, അതിൽ പല കുട്ടികളും ഫുൾ മാർക്ക് ഉറപ്പിച്ചാണ് ഇരിക്കുന്നത്. പല കുട്ടികൾക്കും അറിയാം എല്ലാം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പലരും പഠിച്ചിട്ടില്ല. ഒരു പക്ഷേ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഉഴപ്പിയതുകൊണ്ടായിരിക്കും, ചിലത് മറന്നുപോയതുകൊണ്ടായിരിക്കും. പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും +2ലേക്ക് വരാൻ പോകുന്ന മക്കളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും ഈ 10ാം ക്ലാസ്സിലെ പരിപാടി ആയിരിക്കില്ല +1 +2 ഉണ്ടാകുക. ഇനി അത് ഗവൺമെൻറ് മോഡൽ എക്സാമിലും സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നില്ലെങ്കിലും നമ്മൾ ഇനി മനസ്സിലാക്കിക്കൂടാ +2 എത്തുമ്പോൾ പരീക്ഷ ഈസി ആയിരിക്കില്ല എന്നുള്ള കാര്യം. പക്ഷെ ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി തരാം, എത്ര ടഫായിട്ട് എക്സാം വന്നാലും വിത്ത് പ്രൂഫാണ്. ഓക്കെ, ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ. +2 ചാനൽ ഷോർട്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ക്വസ്റ്റിൻ്റെയും പ്രൂഫാണ്. അത് ഞാൻ മാത്രം പഠിപ്പിച്ച ചോദ്യങ്ങളൊന്നല്ല, ഞാൻ പഠിപ്പിച്ചതും ദിൽഷ മിസ്സും പഠിപ്പിച്ചതും ജൂഡി മിസ്സും പഠിപ്പിച്ചതും എക്സാമിനറിലെ ഫാക്കൽറ്റി പഠിപ്പിച്ച എല്ലാം വന്നിട്ടുണ്ടാവും. ഇത് 2 ദിവസത്തെ ലൈവിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് 10 മണിക്കൂർ ലൈവ് ഒന്നല്ല എടുത്തത്. നിങ്ങൾക്ക് അങ്ങനത്തെ ലൈവാണ് തരാൻ പോകുന്നത്, വേറെ കാര്യം. ഇത് ഫിസിക്സിൻ്റെ കാര്യത്തിൽ മാത്രം സംഭവിച്ച കാര്യമല്ല. നിങ്ങൾക്കറിയാം, നമ്മുടെ +1 കെമിസ്ട്രി പരീക്ഷ, നിങ്ങൾ എഴുതിയ പരീക്ഷ പലരും ബുദ്ധിമുട്ടിച്ച പരീക്ഷയായിരുന്നു. പക്ഷേ നിങ്ങൾ ഷോർട്ട് സെക്ഷനിൽ പോയി നോക്കും, നമ്മുടെ ചാനലിൽ 58 മാർക്സ് ജസീ സാറും സായി സാറും കൂടെ പഠിപ്പിച്ചതെന്ന് മാത്രമാണ് വന്നിരിക്കുന്നത്. ഇനി അതിൽ 58 മാർക്സ് എക്സാമിനറിന് വന്നപ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, 58 മാർക്സ് കിട്ടിയിട്ടുണ്ടാവില്ല. കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട്. 59, 56, 60 കിട്ടിയ കുട്ടികൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇവിടെ സാധനമുണ്ട്. പക്ഷെ നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടാവുക അതെനിക്കറിയില്ല. കാരണം എന്താണ്? കാരണം 5 മണിക്കൂറിൻ്റെ ലൈവിലൊക്കെ നമ്മൾ ആവറേജ് യൂട്യൂബിൽ വരുന്ന മെട്രിക്കാണ് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ. എടുത്ത് നോക്കുമ്പോൾ എത്ര കാണുന്ന അറിയോ? 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെയാണ്. പല കുട്ടികളും വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോവുക. 1 മിനിറ്റ് 2 മിനിറ്റ് കാണുന്നവരുണ്ടാവും, 2 മണിക്കൂർ കാണുന്നവരുണ്ടാവും. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, എക്സാമിനറുടെ ക്ലാസ് അൾട്ടിമേറ്റ്ലി എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. അത് എക്സാമിൻ്റെ ദിവസങ്ങളിലായിരിക്കും കൂടുതൽ. ഇനി അങ്ങോട്ട് പരീക്ഷ ടഫായി വരുമ്പോൾ അത് റെഗുലർ ബാച്ചിലായിരിക്കും ആ എഫക്റ്റ് നിങ്ങൾ ഫീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബാച്ച് പ്രൊമോഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇയറിൽ നമ്മുടെ +2 ഏരിയ ബാച്ചിൽ ആദ്യം മുതൽ നന്നായി ഡെഡിക്കേറ്റഡ് ആയിട്ട് NCERT ക്വസ്റ്റ്യൻസും വെച്ച്, NCERT എക്സാമ്പിളർ അതുപോലത്തെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക്, ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് നെക്സ്റ്റ് ഇയർ ഫുൾ മാർക്ക് വരെ നമ്മൾ നേടിക്കൊടുക്കും. അതിലൊരു സംശയമില്ല. അത് നിങ്ങൾ ഓൾറെഡി പഠിപ്പിക്കുന്നവർ, ഇപ്പോൾ +1 ഫിസിക്സിൽ ഞാനാണ് പഠിപ്പിച്ചെങ്കിൽ, ദിൽഷാംസാണ് പഠിപ്പിച്ചെങ്കിൽ, അവർ തന്നെയായിരിക്കും നെക്സ്റ്റ് ഇയർ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ലൈവായിട്ട്. അപ്പോൾ എക്സാമിനറിൻ്റെ കൂടെ നെക്സ്റ്റ് ഇയർ വേറെ ബാച്ചിൽ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല മക്കളെ, നെക്സ്റ്റ് ഇയർ ബാച്ചിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ്. പിന്നെ അറിയാലോ, നെക്സ്റ്റ് ഇയർ നമ്മൾ എല്ലാ ചാപ്റ്ററും ആദ്യം മുതലേ യൂട്യൂബിൽ ഉണ്ടാവില്ല. യൂട്യൂബിൽ നമ്മൾ കൂടുതൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എക്സാം ടൈമിലായിരിക്കും ക്ലാസ്സസ് ഉണ്ടാവുക. അപ്പോൾ അത് മാത്രം നിങ്ങൾക്ക് മതിയെങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഓക്കെ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴത്തെ ഒരു ലെവൽ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഇയർ ഇതിനെ മുകളിൽ പോകും നമുക്കറിയില്ല. പക്ഷെ ഇപ്പോഴത്തെ ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ എക്സാമിൻ്റെ തലേന്ന് മാത്രം പഠിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും എത്താൻ പോകുന്നില്ല. അപ്പോൾ ഈ 46 മാർക്കോ 58 മാർക്കോ മക്കളെ, അത് എക്സാമിനറിൻ്റെ ലൈവിൽ നിന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ ആ ലൈവ് മാത്രം കണ്ടാലും പ്രശ്നം പ്രാക്ടിക്കലി എപ്പോഴാണ് വരിക? പ്രാക്ടിക്കലി എന്താ വരിക എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇതുവരെയായിട്ട് പഠിക്കാത്തൊരു ടോപ്പിക് നിങ്ങളൊരു ടീച്ചർ പഠിപ്പിച്ചു തന്നെ വിചാരിക്കുക, നിങ്ങളത് തല കയറ്റി തന്നെ വിചാരിക്കുക. പരീക്ഷ ഹാളിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോ? പലർക്കും ആ പ്രശ്നം പറ്റിയിട്ടുണ്ട്. എല്ലാം കൂടി 5 മണിക്കൂർ ഇരുന്ന് കേൾക്കും. ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ഓക്കെ, മനസ്സിലായി, എല്ലാം മനസ്സിലായി. പരീക്ഷ ഹാളിൽ അതേ ചോദ്യം വന്നാലും ഉത്തരം പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് പ്രശ്നം വരുന്നത്? പ്രശ്നം വെച്ചാൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും അത് പഠിക്കണ്ടേ, നിങ്ങളെ കാണണ്ടേ ആ ഒരു സംഭവം. എന്നിട്ട് നിങ്ങൾ പരീക്ഷാ തലേന്ന് വീണ്ടും കാണുമ്പോഴാണ് നിങ്ങൾക്ക് അത് പരീക്ഷയിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ എക്സാമിനർ നമുക്ക് പറയാൻ കൊള്ളാം ഇത്രയും മാർക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ എത്ര പേർക്ക് അത് ആക്ച്വലി കിട്ടിയിട്ടുണ്ടാവും? പ്രശ്നമാണ്. അത് അടുത്ത വർഷം നിങ്ങൾക്ക് ഞങ്ങൾ നേടിത്തരും. അപ്പോൾ അതിന് എക്സാമിനറുടെ +2 ഏരിയ ബാച്ചിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവർ എല്ലാവരും, നിങ്ങൾക്ക് എക്സാമിനറിന് കൂടിയാണ് നെക്സ്റ്റ് ഇയർ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാം. ഒരു സംശയമില്ല. നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ, ലൈവ് ക്ലാസ്സിലൊക്കെ വന്നിരുന്ന് ഡെയിലി നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ, ഡെയിലി ഒരു 1.5 മണിക്കൂറെങ്കിലും മിനിമം
നിങ്ങൾ +2 മാർക്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ അവിടെ എത്തിച്ചിരിക്കും, അതിൽ ഒരു സംശയമില്ല. അതിന് പറ്റിയ ടീമാണ്, അത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഇയറിലെ ബാച്ച് ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രേ പറയാനുള്ളൂ. ഇത് +1 ഫിസിക്സിൻ്റെ മുൻപിടാൻ കാരണം +1 ഫിസിക്സ് പേടിച്ചിരുന്നല്ല. നിങ്ങൾ വിചാരിക്കരുത് സാർ +1 ഫിസിക്സിൽ അപ്പോൾ സാറിനൊന്നും വരില്ല എന്ന് പേടിച്ചിട്ടാണോ നേരത്തെ വരുന്നത്. അതിനുള്ള ഉത്തരം +1 ഫിസിക്സ് ചെയ്യുമ്പോൾ തരാം. ഞാൻ വീണ്ടും ഗ്യാരണ്ടിയാണ്, നിങ്ങൾ ആ 20 hours ലൈവ് എങ്കിലും കണ്ടാൽ അതൊന്ന് മാത്രം സ്ക്രീൻഷോട്ട് വെച്ചിട്ട് ഞാൻ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ, എത്ര എണ്ണം ഞാൻ പറയാൻ പറ്റില്ല, കാരണം എണ്ണം പറഞ്ഞിട്ട് നമുക്ക് പരീക്ഷ ടഫായാൽ എണ്ണം കുറച്ച് കുറഞ്ഞു പോകും, പരീക്ഷ ഈസി ആണെങ്കിൽ കുറേ എണ്ണം വരും, എണ്ണം ഞാൻ പറയില്ല, ഡിപ്പെൻസ്. പക്ഷെ അതൊന്ന് മാത്രം നല്ല രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എന്തുകൊണ്ടാണ് നല്ല രീതി പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഫുൾ മാർക്ക് കിട്ടില്ല എന്ന് പറയുന്നത്? കാരണം ഇനിയൊരു ലൈവ് കൂടി വരുന്നുണ്ട്, എക്സാമിൻ്റെ തലേന്ന് ഒരു സാധനം കൂടി വരുന്നുണ്ട്, അതും കൂടി എടുത്തിട്ട് വേണമല്ലോ അത് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ടും ഇതേപോലെ സ്ക്രീൻഷോട്ടും ഷോർട്സും ഒക്കെ വരും, വിത്ത് പ്രൂഫേ വരുള്ളൂ. വെറുതെ ഉടായ്പ കളിച്ചിട്ടുള്ള പരിപാടിയൊന്നുമില്ല, അത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും പറയില്ല. വിത്ത് പ്രൂഫ്, വിത്ത് സ്ക്രീൻഷോട്ട് വരും. പക്ഷെ അത് യൂസ്ഫുൾ ആവുന്ന ആർക്കായിരിക്കും? വന്നിരിക്കാൻ പോകുന്നവർക്ക്. അതിൽ തന്നെ നേരത്തെ ഇതൊക്കെ പഠിച്ചവർക്കാണെങ്കിൽ കുറച്ചും കൂടി അവർക്കത് കൂടി വലിച്ചെടുക്കാൻ പറ്റും. വലിച്ചെടുക്കുക മാത്രമല്ല, പരീക്ഷയിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിനിപ്പോൾ അതിനെപ്പറ്റി കുറേ നേരം പറഞ്ഞിട്ട് പ്രഭാഷണം പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ നെക്സ്റ്റ് ഇയർ ഇനി ചെയ്യാനുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് ഇയർ ആ ഒരു മാറ്റങ്ങൾ നിങ്ങളുടെ പഠന രീതിയിൽ നിങ്ങൾ വരുത്തും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ നെക്സ്റ്റ് ഇയർ നമുക്ക് തകർക്കും എന്നുള്ള ഉറപ്പോടുകൂടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം നമുക്കിനി +1 ഫിസിക്സ് പരീക്ഷയുടെ തലേന്നാണ്.